ഞാൻ പറഞ്ഞു വന്നത് ഹാഫിള് അനസ് മോൻ എന്ന് പറയുന്ന കുഞ്ഞുമോൻ 22 വയസ്സേ ആയിട്ടുള്ളൂ. അള്ളാഹു ആ പൊന്നുമോനെ തിരിച്ചു വിളിച്ചു. ആ പൊന്നുമോനെ കുറിച്ച് അറിയുന്ന ഞങ്ങളെ സഹപാഠിയായ അതേ അഷ്റഫ് ഹിമമി സഖാഫിയിലൂടെയാണ്, റിദ്വാൻ ഹിമമിയിലൂടെയാണ് ബാദപ്പണിയും കൂഡ്രസയിലൊക്കെ പരിപാടിക്കൊക്കെ പോയപ്പോ അന്ന് അവരെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു, ഞങ്ങളെ ഭക്ഷണം തന്നൊക്കെ സന്തോഷിപ്പിച്ചു. അന്ന് മുതലാണ് ആ കുഞ്ഞുമോനെ പരിചയപ്പെടുന്നത്. ഉള്ളാളം സയ്യിദ് മദനി തങ്ങളെ ചാരത്തുള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്നു. 27 ജുസ് അവിടെ നിന്ന് മനപ്പാഠമാക്കി. അതിനിടയിലാണ് വല്ലാത്തൊരു പരീക്ഷണം, കിഡ്നി സംബന്ധമായ രോഗം. ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്ന് 3 ജുസ് കൂടി പൂർത്തിയാക്കി 30 ജുസ് മനപ്പാഠമാക്കിയ പൊന്നുമോൻ ശേഷം 2.5 വർഷക്കാലം അൽ ഫലാഹ് പയ്യന്നൂര് എന്റെ പ്രിയ സുഹൃത്തായ ഷാമിൽ ഇർഫാൻ സുലൈമാൻ ഷാമിൽ ഇർഫാൻ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുകയാണ്. ആ ഉസ്താദുമാരൊക്കെ പറയാൻ എന്തൊരു അനുസരണയുള്ള കുട്ടിയാണ്, എന്തൊരു ഹിമ്മത്താണ്, എന്തൊരു പക്വതയാണ്. എനിക്കൊരു രോഗം വന്നല്ലോ, എന്റെ പേരിൽ ഒരു പരാതിയില്ല, പ്രതിഷേധമില്ല. റബ്ബിന്റെ ഖളായിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ, അവിടത്തെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ, അവിടത്തെ കുറിച്ചുള്ള ബൈത്തുകൾ, ഖസീദകൾ, നശീദകൾ നാവിൻ തുമ്പിൽ ഇങ്ങനെ ഉരുവിടുകയാണ്. ഖുർആൻ നല്ല ശൈലിയിൽ പാരായണം ചെയ്യുകയാണ്. ആ പൊന്നുമോന്റെ ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു മകനെങ്കിലും ഹാഫിളാക്കണോ. അതേ പെർള പള്ളക്കാനം മദീനത്തുൻ നൂർ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ സേവനം ചെയ്യുന്നു. ജ്യേഷ്ഠൻ അവിടെ മുദരിസാണ്. അവിടെ സേവനം ചെയ്ത പൊന്നു ഹാഫിള് അനസ് മോൻ ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചു, ഹാഫിളാക്കി. ആഗ്രഹം അല്ലാഹു പൂർത്തിയാക്കി കൊടുത്തു. അതേ പലപ്പോഴും ആ പൊന്നുമോന് പറയാൻ, ഉസ്താദേ മരിക്കുന്നതും ഉസ്താദിന്റെ ഹയാത്ത് കാലത്താകണോ, ആ ഉസ്താദിന്റെ ദുആ എനിക്ക് കിട്ടണോ. ഞാൻ ജീവിതത്തിൽ ചെറിയ മോനാണ്, എന്നിട്ടും മോന് പറയാൻ തെറ്റുകളില്ലാത്ത ജീവിതമാണ്, എന്നിട്ടും എന്തൊരു സൂക്ഷ്മതയാണ് പറയാൻ. എന്റെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പുറത്ത് കിട്ടണമെങ്കിൽ, അല്ലാഹു മാപ്പ് തരണമെങ്കിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ആലിമായ വലിയ തൗഫീഖ് കിട്ടിയ ശൈഖുനായ എപി ഉസ്താദിനെ കൊണ്ടൊന്ന് ദ്വാരിപ്പിക്കണം. അവിടുത്തെ നേതൃത്വത്തിലുള്ള ഒരു മയ്യത്ത് നിസ്കാരം കിട്ടണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു നിമിത്തമാണ്, നിയോഗമാണ്. ഒരു അടിയന്തര ചികിത്സക്ക് വേണ്ടിയിട്ട് എറണാകുളത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നാ മരണപ്പെടുന്നത്. ഒരു പക്ഷെ കാസർഗോഡ് ജില്ലയിലെ ബാദപ്പുണിയിലോ അവന്റെ വീട്ടിലോ അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന സ്ഥലത്തോ മരണപ്പെട്ട സ്ക്രീനിലൂടെ നമ്മൾ ഹാഫിള് അനസ് മോനെ കാണുകയാണ്. നമ്മുടെ GM അബ്ദുൽ ഉസ്താദിനുള്ള സംവിധാനം ഒരുക്കി പോയി. ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനീങ്ങളെ, ആ പൊന്നുമോന്റെ ആഗ്രഹം അല്ലാഹു പൂർത്തിയാക്കുകയാണ്. റബ്ബ് കണക്കാക്കിയ ആയുസ് അത്രേ ഉള്ളൂ. എന്നാലും ആ ജീവിതം പാഴാക്കിയില്ല. ഖുർആനിലായി, ഇൽമിലായി, മദ്ഹിലായി, ഇബാദത്തിലായി ജീവിച്ചൊരു പൊന്നുമോൻ നമുക്ക് പോലും മാതൃകയാണ്. ഏതുവരെ കിഡ്നി ഫെയിലായി ഡയാലിസിസ് ചെയ്യുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ. നമുക്കറിയാം കാസർഗോഡ് ജില്ലയില് എരുതങ്കടവ് ഹിമായത്ത് നഗറിൽ സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ അഭയം ഡയാലിസിസ് സെന്റർ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ സഹകാരിയായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി സാന്നിധ്യം അറിയിക്കുന്ന ബദിയെടുക്ക SYS സർക്കിളിന്റെ സാരഥിയായി പ്രവർത്തിക്കുന്ന നാരമ്പാടി സർക്കിളിന്റെ സാധനം സാരഥി കൂടിയായ ഹമീദ് അലി മാവിനക്കട്ട എന്റെ കൂടെ ഇങ്ങോട്ട് ഇന്ന് ഡ്രൈവറായി വന്നത് ആ സഹോദരനാണ്. അദ്ദേഹത്തിന് എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹമൊക്കെ അഭയത്തിന്റെ ഭാരവാഹികളാണ്. അത് സ്ഥാപിച്ചത് ഖയ്യൂം മാനിയ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.
ചെറിയ പ്രായത്തിൽ വലിയ തൗഫീഖ് കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് സ്വാന്തന ജീവ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയ കൂട്ടുകാരനാണ്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചത് മുതൽ രോഗികളായ ആളുകൾക്ക് ചികിത്സ നൽകിയത് മുതൽ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തത് മുതൽ അങ്ങനെ ഒരുപാട് സമൂഹത്തിലെ നിർധനരായ കുടുംബങ്ങൾക്ക് വേണ്ടി ആവശ്യമായ കിറ്റ് നൽകിയത് മുതൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത വ്യക്തിത്വമാണ്. അല്ലാഹു ഹിമ്മത്തുള്ള ദീർഘായുസ്സ് ആ സഹോദരന് നൽകട്ടെ. അവന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹഭാരവാഹിയാണ് ഹമീദ് അലി സാഹിബ് മാവിൻകട്ട. അദ്ദേഹമൊക്കെ നേരത്തെ എന്റെ കൂടെ വരുന്ന സമയത്തൊക്കെ ഹാഫിദ് അനസ് മോനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അഭയം ഡയാലിസിസ് സെന്ററിലേക്ക് ഈ ഡയാലിസ് ചെയ്യാൻ വേണ്ടി വരുന്ന കൂട്ടുകാരൻ വുളു എടുത്തിട്ടാണ് അവൻ ആ കിടക്കയിൽ കിടക്കുന്നത്. അതിന്റെ ഇടയിൽ ബാങ്ക് വിളിച്ചാൽ ആ സമയത്ത് തന്നെ നിസ്കാരം അതിനിടയിൽ നിർവഹിക്കുകയാണ്. അതേ പൊന്നുമോന്റെ നാവിലെ എപ്പോഴും ദിക്റുകളാണ്, സ്വലാത്തുകളാണ്, തസ്ബീഹുകളാണ്. നല്ല ശൈലിയിൽ ഖുർആൻ ഓതിക്കൊടുക്കൂ. അവിടെയുള്ള രോഗികളെ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടൂ. പരിശുദ്ധ റബീഉൽ അവൽ കഴിഞ്ഞ വർഷം റബീഉ മാസത്തിലേക്ക് അവന്റെ നേതൃത്വത്തിൽ വലിയ മജ്ലിസുകളാണ് ആ അഭയം ഡയാലിസിസ് സെന്ററിൽ നടന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല ഞങ്ങളെ പതിയെടുക്ക സോൺ ആ പരിധിയിലെ എൺമകെ സർക്കിൾ പരിധിയിൽ ഏകദേശം യൂണിറ്റുകളിൽ മഹ്ദറത്തുൽ ബദരിയ മജ്ലിസുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന കൂട്ടുകാരനാണ്. അങ്ങനെ 22 വയസ്സിനിടയിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ അവൻ ചെയ്തു കഴിഞ്ഞു. ആഗ്രഹമാണ് വന്യരായ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ളൊരു മയ്യിത്ത് നിസ്കാരം. ഈ ജില്ലയിൽ മരണപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷെ ഉസ്താദിന് ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പ്രയാസമാകുമല്ലോ. അള്ളാന്റെ ഖള അങ്ങനെയാണ്. എറണാകുളത്ത് വഫാത്താകണം, എന്നിട്ട് ഇങ്ങോട്ട് വരുന്നതിനിടയിൽ കോഴിക്കോട് ജാമിയ മർകസിൽ ചെല്ലണം. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആയിരങ്ങളായ ഹാഫിളുകൾ മുതഅല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ വലിയൊരു മയ്യിത്ത് നിസ്കാരം. എന്നിട്ട് ശൈഖുനാ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുകയാ. ഹാഫിളായ പൊന്നുമോന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ ദുആ ചെയ്യുന്ന വ്യക്തി ആരാ? ആമീൻ പറയുന്നത് നിഷ്കളങ്കരായ മുതഅല്ലിമീങ്ങളാണ്, ഹാഫിളീങ്ങളാണ്, യതീമക്കളാണ്, അഗതികളാണ്. എന്തൊരു ഭാഗ്യവാനാണ്. എന്നിട്ട് മുഹിമ്മാത്തിൽ വരുന്നു സയ്യിദ്നാ താഹിർ അൽ-അഹ്ദൽ തങ്ങളെ പൊന്നുമോൻ എസ്എസ്എഫിന്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് മുനീർ അൽ-അഹ്ദൽ ഹിമമി അഹ്സനി അൽ കാമിൽ സഖാഫി തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മയ്യിത്ത് നിസ്കാരം. സയ്യിദ് ഹാമിദ് അൽ-അഹ്ദൽ തങ്ങളെ സാന്നിധ്യമുണ്ട്. ഒരുപാട് ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. മുഹിമ്മാത്തിന്റെ വിശാലമായ ക്യാമ്പസിൽ നടന്ന മയ്യിത്ത് നിസ്കാരം ശേഷം വരുന്നു അവന്റെ വീട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്കൊക്കെ അവിടെ പോയിട്ട് ഒരു വാഹനം നിർത്താൻ പോലും ഇടമില്ല. കിലോമീറ്ററുകൾ കണക്ക് നീണ്ട വാഹനങ്ങളാണ്. വീടും പരിസരമൊക്കെ അവന്റെ മയ്യത്തും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരെയും നാവിൽ തുമ്പിൽ ദിക്റുകളാണ്. എത്ര സാദാത്തുക്കളാണ് അവിടെ ആ സമയത്ത് തന്നെ വന്നരായ പുറവായി തങ്ങൾ കുപ്പട്ടിയിലേക്ക് വർഷങ്ങളോളം സേവനം ചെയ്ത മദീനത്തുന്നൂർ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായ സയ്യിദ് പുറവായി ഹബീബ് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദുആ, മദക്കൻ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദുആ, ഒരുപാട് സാദാത്തുകൾ പ്രത്യേകം ദുആ ഇരിക്കുകയാണ്. എത്ര യാസീനാണ് അവന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഓതപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. മൂന്നിന്റെ പരിപാടിക്ക് വിനീതൻ അവിടത്തേക്ക് പോയപ്പോ അന്ന് തൊട്ടടുത്തുള്ള ചിപ്പാറിലായിരുന്നു വാഴ്. അന്ന് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു, കോടിക്കണക്കിന് തഹ്ലീലുകളാണ് ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ചൊല്ലപ്പെട്ടത്. എത്ര സൂറത്തുൽ ഇഖ്ലാസാണ് ആ കൂട്ടുകാരന് ലഭ്യമായത്. അതേ വഫാത്താകുന്നത് വരെ എസ്എസ്എഫിന്റെ സജീവ പ്രവർത്തകനായി നിലകൊണ്ടൊരു പ്രവർത്തകനാണ്. അൽഹംദുലില്ലാഹ്.
ദർസ് പഠിക്കുന്ന കാലം നെട്ടൂര് സ്വദേശികൾ ആ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും മാതൃകയായിട്ടാണ് ആ പൊന്നുമോന് പോയത്. പക്ഷേ അവന്റെ പെട്ടെന്നുള്ളൊരു വിയോഗം ഞങ്ങൾക്കോ കുടുംബക്കാർക്കോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിലും ആ വീട്ടുകാർ, പ്രത്യേകിച്ച് ആ ഉമ്മ, അവരെ ജ്യേഷ്ഠൻ ഹിമമി എന്നോട് പറഞ്ഞു, ഉമ്മ ഇപ്പോഴും ബേജാറിലാണ്, ഒരൊറ്റ കിടപ്പിലാണ്. സഹോദരിമാർക്ക് ആ മോനെ ഓർത്തിട്ട് വലിയ വിതുമ്പലുകളാ. ഞങ്ങൾക്ക് പോലും കുടുംബക്കാരല്ലാതെ ഞങ്ങൾക്ക് പോലും അവന്റെ മരണത്തിലിട്ട് ബേജാറുണ്ട്. പക്ഷേ ആഫിദാനസ്മോ ഇന്ന് സ്വർഗീയ സന്തോഷം അനുഭവിച്ച് സന്തോഷത്തോടെ ഖബറിൽ കഴിയുകയാ. ജീവിതത്തിൽ വലിയ തൗഫീഖ് കിട്ടി. 30 ജുസ്ഉ മനപ്പാഠമാക്കിയൊരു ഹാഫിളിന് അല്ലാഹു കൊടുക്കുന്ന അംഗീകാരം ഏതാണ്? കിതാബുകളിലൊക്കെ നമ്മളൊക്കെ പഠിച്ചതല്ലേ. അവരെ മണ്ണ് പോലും തിന്നൂല, ശരീരം മണ്ണ് പോലും തിന്നൂല എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചത്. അതേ, ഒരുപാട് പേര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുന്ന ആളുകളല്ലേ ഹാഫിളീങ്ങൾ. എന്നാൽ ചെറിയ പ്രായത്തിൽ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോയ പൊന്നുമോന് ഹിഫ്ള് പൂർത്തിയാക്കി. അതിനിടയിൽ മറ്റൊരു മകനെ ഇൽമ പഠിപ്പിച്ചു, ഹാഫിളാക്കി. അതിനിടയിൽ ഒരുപാട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു, ഇൽമ പകർന്നു കൊടുത്തു. പഠിച്ചത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. നല്ല രൂപത്തിൽ അല്ലാഹുവിലേക്ക് യാത്രയായി. ആ പൊന്നുമോന്റെ ശരീരം കണ്ടയാളുകൾ, അവന്റെ മുഖമൊക്കെ കണ്ടയാളുകൾക്കറിയാം. ഷാനിൽ ഇവിടെ പറഞ്ഞു പോയ പൊന്നുമോന്റെ മുഖം എന്തൊരു റാഹത്തുള്ളൊരു മുഖമാണ്. പ്രസന്നവദനായി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉറങ്ങുന്നത് പോലെ തോന്നുന്നു. നല്ലൊരു മരണം ആ കൂട്ടുകാരന് ലഭിച്ചു. ഇതുപോലെ നമ്മളും ഒരു ദിവസം മരിക്കും. ഒരു ഹാഫിള് അനസ് മോനെ പോലെ എത്ര 22 വയസ്സുകാരാ മരണപ്പെട്ടത്. 20 വയസ്സുകാരൻ മരണപ്പെടുന്നു, 15 വയസ്സുകാരൻ മരണപ്പെടുന്നു. എന്നാൽ നമ്മുടെയൊക്കെ പ്രായം ഒന്ന് നോക്കിയാൽ നര വന്നു, മുടികളൊക്കെ നരച്ചു, താടികളൊക്കെ നരച്ചു. എന്നിട്ട് നമുക്ക് മരണത്തെ ഓർമ്മ വരുന്നില്ല. റമളാനാണ് മുന്നിൽ വരുന്നത്. മുഅ്മിനീങ്ങളെ,